ഹായ് ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പ്ലെയിൻ കുർത്തയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പച്ച കളറിൽ. അത് ഒരു സൈഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അതിനായിട്ട് മെറൂൺ കളറിലെ എംബ്രോയ്ഡറി നൂലും ഓറഞ്ച് കളറും പിന്നെ ട്യൂബ് ബീഡ്സ് മെറൂൺ കളറിലെ വൈറ്റ് പേൾ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡിസൈൻ ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിലേക്ക്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ലൈനിൽ കൂടിയാണ് നമ്മളിനി സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അടിയിൽ നിന്ന് നമ്മൾ സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 6 സ്റ്റാൻഡ്സിലാണ് ഞാൻ നൂലെടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് സൂചി ഇതേ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ഇത്തിരി ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതിങ്ങനെ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. സ്റ്റെം സ്റ്റിച്ച് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇത് മൊത്തമായിട്ട് നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റെം സ്റ്റിച്ച് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ അറ്റത്തു നിന്ന് തന്നെ വലിച്ചെടുത്തിട്ട് ഈ ഓരോ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഒന്നും കൂടി നമ്മൾ ഇങ്ങനെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വലിച്ചെടുക്കുകയാണ്. ഉള്ളിലേക്ക് ഈ സൂചി ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കുക അങ്ങോട്ട്. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫ് ചെയ്യാൻ പോകുന്നതാണ്. അത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇവിടെ നിന്ന് സൂചി താഴേക്ക് ഇറക്കി കൊടുക്കുക. ലീഫിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ആ ലൈൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേ സൂചി ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. സൂചി ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ ലൈനിൻ്റെ അടിയിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്താം. എന്നിട്ട് സൂചി ഇതേ ഇങ്ങനെ എടുക്കുക മേളിലോട്ട്. എന്നിട്ട് സൂചി ഇങ്ങനെ വലിക്കുക. വീണ്ടും നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇങ്ങോട്ട് വരുന്നതാണ്. ഇവിടത്തെ വരാൻ വേണ്ടി ഇതിൻ്റെ അടിയിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. സെൻറ്ററിൽ കുത്തരുത്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്. എന്നിട്ട് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് ഈ സെൻറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. ഇതിൻ്റെ അടിയിലായിട്ട് വേണം നമ്മൾ കുത്തിയെടുക്കാനായിട്ട്. ഇനി ലെഫ്റ്റിൽ കുത്തിയെടുക്കുക, ഈ സെൻറ്ററിൻ്റെ ഇപ്പുറത്തായിട്ട്. ഇതുപോലെ നമ്മൾ ഇവിടെ മൊത്തം ഈ ലീഫ് ഇതുപോലെ ചെയ്തെടുക്കണതാണ്. ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മെറൂൺ കളറിലെ ട്യൂബ് ബീഡ്സാണ് ഈ ചെയ്യാൻ പോണത്. സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട് 3 ട്യൂബ് ബീഡ്സ്. എന്നിട്ട് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ആദ്യം കാണുന്ന 2 ട്യൂബ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സൂചി കോർത്ത് കൊടുക്കണതാണ്.
അതിനുശേഷം 2 മുത്തും കൂടി നമ്മൾ സൂചിയിലേക്ക് കോർത്തിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. അടിയിൽ നമ്മൾ നോട്ടിട്ട് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇനി ഫ്ലവറാണ് നമ്മൾ ഇതുപോലെ ചെയ്യാൻ പോണത്. അതിന് വൺ വീൽ സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീല് പോലെ നമ്മൾ 5 ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സൂചി കുത്തെടുക്കുക. 6 സ്റ്റാൻസിൽ തന്നെയാണ് ഞാൻ സൂചി നൂല് ഓർത്തിരിക്കുന്നത്. അടിയിൽ നിന്ന് സൂചി വലിച്ചെടുത്തിട്ട് വീല് പോലെ നമ്മൾ 5 തവണ ഇങ്ങനെ കുത്തിയെടുക്കണേണ്. ഇത് ഒറ്റ സംഖ്യകളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 5, 7, 9. അത് ഓരോ ഫ്ലവർ വലുതും ചെറുതായിട്ട് ഇരിക്കണ പോലെയാണ് നമ്മൾ അതിനനുസരിച്ച് എടുക്കുന്നത്. ഒറ്റ സംഖ്യയായിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ഫിനിഷിങ് ഇത് നമ്മളിത് വലിച്ചെടുക്കുമ്പോൾ ലൂസാക്കരുത്, നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാൻ നോക്കണം. ലൂസാക്കിയാൽ നമ്മുടെ ഫ്ലവർ ഫിനിഷിങ് ആവില്ല. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. 5 തവണയായിട്ട് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഈ സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്തിട്ട് സൂചി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറ്റാം. ഒന്നിടവിട്ട് വേണം നമ്മൾ സൂചിയിൽ കുത്തിയെടുക്കാൻ. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് സൂചി കുത്തിയെടുത്തത്. ഇനി ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുത്തരുത്, ഇവിടെ ചെയ്യണം, ഇവിടെ നിന്ന് കുത്തിയെടുക്കണം. അതുപോലെ ഒന്നിടവിട്ട് ഇങ്ങനെ ഈ വരച്ചിരിക്കുന്ന ഈ വീലിൽ കൂടി നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കുക. ഇപ്പം ഇവിടെ നിന്ന് വലിച്ചെങ്കിൽ ഇത് വിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി. ഇത് മൊത്തം ഈ ഇവിടെ വരുന്നത് വരെ ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റി എടുക്കണേണ് നൂലും കൊണ്ട് മൊത്തം നമ്മൾ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ചെയ്തിരിക്കുന്ന ഈ സൈഡ് കണ്ട, ഈ സൈഡ് കാണാത്ത വിധത്തിൽ നമ്മൾ മൊത്തം ഇതുപോലെ ചുറ്റിയെടുക്കണം. അത് കാണരുത്. അതുപോലെ മൊത്തം നമ്മൾ ഇതിലേക്ക് ചുറ്റിയെടുക്കണം. ലാസ്റ്റ് എൻഡ് വരുമ്പോൾ അടിയിലേക്ക് നമ്മൾ ഈ സൂചി ഇങ്ങനെ താഴേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അടിയിലേക്ക് നമ്മൾ നോട്ടിട്ട് കൊടുക്കുക. ഫ്ലവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പൂവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വൈറ്റ് കളറിലെ പേൾ ബീഡ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സെൻറ്ററിലൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്.